ഈ ഇലക്ഷനിലാവുമ്പോൾ സ്ഥിരം ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ചില റീല്, ചില ട്രെൻഡുകളുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആരാണ്, രാഷ്ട്രപതി ആരാണ്, അതൊക്കെ പോട്ടെ, നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്നൊക്കെ ചോദിച്ച് മേക്കൊക്കെ പിടിച്ച് കുറേ പേര് കുറേ യുവാക്കളോട് ചോദിക്കുന്നു, യുവതികളോട് ചോദിക്കുന്നു. ഇതൊന്നും അറിയാതെ ബബ്ബ അടിച്ച് എന്തൊക്കെയോ ഉത്തരം പറയുന്ന, അതൊക്കെ തമാശയായിട്ട് ആഘോഷിക്കുന്ന ചില റീലുകളൊക്കെ. വിദ്യാഭ്യാസം എന്നാൽ കുറേ ജോഗ്രഫിയും കുറേ ചരിത്രങ്ങളും എക്കണോമിക്സും അതുപോലെ തന്നെ മലയാള പദ്യങ്ങൾ പഠിക്കൽ മാത്രമല്ലെന്നും, അത് ഒരു നാടിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ, ഒരു ജനതയുടെ, ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിലെ പുതിയ തലമുറയല്ല. അതിനൊക്കെ മുമ്പ് ഒരുപാട് അറിയാം എന്നൊക്കെ പറയുന്ന 2000-ന് മുമ്പ് ജനിച്ച ഇവരുടെയൊക്കെ മാതാപിതാക്കളും വീട്ടുകാരൊക്കെയാണ്. നെൽസൺ മണ്ടേല പറയുന്നൊരു വാചകമുണ്ട്, ഈ ലോകത്തെ മാറ്റിമറിക്കാനുള്ള ഏറ്റവും പവർഫുള്ളായ ആയുധം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് എന്നുള്ളത്. ഫാസിസം നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ നയങ്ങളിൽ, നമ്മുടെയൊക്കെ ഇന്ത്യയുടെയൊക്കെ ചരിത്രങ്ങളിൽ കൈകടത്തുമ്പോൾ, അതിലൊക്കെ തിരുത്തലുകൾ വരുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ മേഖലയിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആണെന്നോ പെണ്ണെന്നോ വേർതിരിവില്ലാതെ നമ്മുടെയൊക്കെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ കുറേ കൂടി ഉയർത്താൻ അതിൻ്റെയൊക്കെ പങ്ക് അവരുടെ കയ്യിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കരിയർ ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കുക എന്നത് മാത്രമല്ല വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ്. നമ്മൾ ഇനിയും അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വരും കാലത്ത് നമ്മളെ മക്കളെ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറയുന്നത് നിരക്ഷരതയും അറിവില്ലായ്മയായിരിക്കും എന്നുള്ളതാണ്. അപ്പം താങ്ക് യു സോ മച്ച്. കീപ് സ്മൈലിംഗ് ബൈ ഹാർട്ട്, നോട്ട് ഓൺലി ബൈ ലിപ്സ്.